വീട്ടിലിരുന്നുകൊണ്ട് കോവിഡ്-19 പ്രതിരോധിക്കുകയും ഒപ്പം തന്നെ പഠിക്കുകയും ചെയ്യുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ റെസിസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ പ്രതിരോധകങ്ങളെ ശ്രേണി രീതിയിലും അതുപോലെ തന്നെ സമാന്തര രീതിയിലും സീരീസായും പാരലലായും കണക്ട് ചെയ്യുന്നതിനെ കുറിച്ചും അവയുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് തുടങ്ങിയ അല്ലെങ്കിൽ സഫല പ്രതിരോധം എന്നിവയെ കുറിച്ചുമാണ് നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അവയുടെ ഈ സീരീസായും പാരലലായും കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ശ്രേണി രീതിയിലും സമാന്തരമായും കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവയുടെ ചില മാറ്റങ്ങൾ നമുക്കൊരു താരതമ്യ പഠനം നടത്തിയിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഞാൻ ഇന്ന് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ശ്രേണി രീതിയിലും അതുപോലെ തന്നെ പാരലലായിട്ടും അല്ലെങ്കിൽ സമാന്തരമായിട്ടും റെസിസ്റ്റേഴ്സിനെ പ്രതിരോധകങ്ങളെ കണക്ട് ചെയ്യുമ്പോൾ എന്ത് മാറ്റമാണ് അവയ്ക്കിടയിൽ ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഞാൻ രണ്ട് റെസിസ്റ്റേഴ്സിനെ ശ്രേണി രീതിയിലും രണ്ട് റെസിസ്റ്റേഴ്സിനെ പാരലലായിട്ടും ഞാൻ സങ്കല്പിക്കുകയാണ്. അപ്പോൾ ആദ്യം എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഫല പ്രതിരോധത്തിന് എന്ത് സംഭവിക്കുന്നത്? ശ്രേണി രീതിയിൽ കണക്ട് ചെയ്യുമ്പോൾ സഫല പ്രതിരോധം കൂടുകയാണ് ഉണ്ടാവുന്നത്. നമ്മൾ ശ്രേണി രീതിയിൽ R1 R2 എന്ന രണ്ട് റെസിസ്റ്റർ ശ്രേണി രീതിയിൽ അല്ലെങ്കിൽ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് R1 പ്ലസ് R2 ആയിരിക്കും. ഓർമ്മയുണ്ടല്ലോ? അപ്പോൾ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ശ്രേണി രീതിയിൽ കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസസ് അല്ലെങ്കിൽ സഫല പ്രതിരോധം കൂടുന്നു. പാരലലായി കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടു 1/R equivalent equals 1/R1 plus 1/R2 ആണ് ഇക്വേഷൻ. നിങ്ങൾ കൂടുതൽ സമ്മുകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എഫക്റ്റീവ് റെസിസ്റ്റൻസ് പാരലലിൽ ഉള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ സമാന്തരമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ സഫല പ്രതിരോധം കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ പാരലലായി അല്ലെങ്കിൽ സമാന്തരമായി കണക്ട് ചെയ്യുമ്പോൾ സഫല പ്രതിരോധം എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസസ് അല്ലെങ്കിൽ സഫല പ്രതിരോധം കുറയുന്നു. രണ്ടാമതായി നമ്മൾ കറണ്ടിനെ കുറിച്ചാണ് നോക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ കറണ്ടിന് എത്ര പാതയാണുള്ളത്? ഒരൊറ്റ പാതയാണ് കറണ്ടിനുള്ളത്. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് തുടങ്ങി ആ ഒരു കറണ്ടിന് നെഗറ്റീവ് ടെർമിനലിലേക്ക് എത്തുന്നവരെ ഒരൊറ്റ പാതയെ കറണ്ടിനുള്ളൂ. ഉദാഹരണത്തിന് ഇവിടെ നോക്കുക, രണ്ട് ബൾബുകൾ. ഞാനിവിടെ റെസിസ്റ്റേഴ്സ് അല്ല അല്ലെങ്കിൽ പ്രതിരോധങ്ങളല്ല ചെയ്തിട്ടുള്ളത്, രണ്ട് ബൾബുകളാണ് കണക്ട് ചെയ്തിട്ടുള്ളത് സീരീസ് ആയിട്ട്. ഈ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് എത്തുമ്പോൾ ഒരൊറ്റ പാതയാണ് കറണ്ടിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് എന്തായിരിക്കും? കറണ്ട് വിൽ ബി കോൺസ്റ്റന്റ് ത്രൂ ഈച്ച് റെസിസ്റ്റൻസ്. ഓരോ റെസിസ്റ്ററിലും കറണ്ടിന്റെ അളവ് തുല്യമായിരിക്കും അല്ലെങ്കിൽ നിശ്ചിതമായ അളവായിരിക്കും ഓരോ പ്രതിരോധങ്ങൾക്കിടയിലും കറണ്ടിന് ഉണ്ടാകുന്നത്. കാരണം കറണ്ടിന് ഒരൊറ്റ പാതയിലെ സഞ്ചരിക്കാൻ കഴിയും. സീരീസ് റെസിസ്റ്റൻസ്. പാരലലാവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു ജംഗ്ഷനിൽ ഈ ഒരു ഭാഗത്ത് കറണ്ട് പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് വന്ന് ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ കറണ്ട് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും അല്ലെങ്കിൽ കറണ്ട് ഡിവൈഡഡ് ആവും. കറണ്ട് ഇവിടെ വിഭജിക്കപ്പെട്ട് ഇവിടെ ആദ്യത്തെ ബൾബിലൂടെ I1 കറണ്ടും രണ്ടാമത്തെ ബൾബിലൂടെ I2 കറണ്ടും വിഭജിക്കപ്പെടും. കറണ്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്? കറണ്ട് ഗെറ്റ്സ് ഡിവൈഡഡ്. the current gets divided. In parallel circuit, the current gets divided അല്ലെങ്കിൽ കറണ്ടിന് വിഭജനം സംഭവിക്കുന്നു. B1 I1 കറണ്ടും B2 I2 കറണ്ടും ആയിരിക്കും ഒഴുകുന്നത്. ക്ലിയർ? ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് എന്ത് സംഭവിക്കും. കറണ്ടിന് എങ്ങനെയായിരുന്നു സർക്യൂട്ടുകളിൽ ഉണ്ടായിരുന്നത്? അതിന്റെ നേർ വിപരീതമാണ് പൊട്ടൻഷ്യലിന് സംഭവിക്കുന്നത്. സീരീസ് റെസിസ്റ്റൻസിൽ അല്ലെങ്കിൽ സീരീസ് കണക്ഷനിൽ പൊട്ടൻഷ്യൽ വിഭജിക്കപ്പെടും. ആദ്യത്തെ V1 അല്ലെങ്കിൽ R1 V1 പൊട്ടൻഷ്യലും R2 V2 പൊട്ടൻഷ്യലുമായി. പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുള്ള റെസിസ്റ്റേഴ്സിനെ അല്ല, ബൾബിനെയാണ്. പക്ഷെ ബൾബും ഒരു കണക്കിൽ പറയുകയാണെങ്കിൽ ഒരു പ്രതിരോധമായി കണക്കാക്കാം. കാരണം ഉയർന്ന പ്രതിരോധം ഏതൊരു ബൾബിനും ഉണ്ടായിരിക്കും. ഇത് മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ ചിത്രം വരച്ചു വെച്ചത്. B1 V1 B2 V2. ഇപ്പൊ സീരീസ് ആയി റെസിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്യുമ്പോൾ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായി കിട്ടും? ഡിവൈഡഡ് ആവും. The potential difference gets divided through each resistor. Each resistor will have a different potential difference. അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിഭജിക്കപ്പെടും. ഓരോ റെസിസ്റ്റേഴ്സിന്റെ ഇടയിലും വ്യത്യസ്തമായ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും സീരീസിൽ ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത് പറയുന്നത് നമ്മൾ ഏതാ?
പാരലലായി കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സമാന്തരമായി കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം, സമാന്തരമായി കണക്ട് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യമായിരിക്കും. കറണ്ട് വിഭജിക്കപ്പെടും, പക്ഷേ പൊട്ടൻഷ്യൽ വ്യത്യാസം അവിടെ എപ്പോഴും തുല്യമായിരിക്കും. കൂട്ടുകാർക്ക് അറിയാലോ. രണ്ടാമത്തെ ലാസ്റ്റ് കാര്യം കൺട്രോൾ. നമുക്കൊരു സ്വിച്ച് വെച്ച് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, ശ്രേണി രീതിയിൽ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, സമാന്തര രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചിത്രം വരച്ചു വെച്ചിട്ടുള്ളത്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇവിടെ റെസിസ്റ്റേഴ്സിന് പകരം അതിനു വേണ്ടി തന്നെയാണ് ഞാൻ 2 ബൾബുകൾ കണക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ചിത്രത്തിൽ 2 ബൾബുകൾ B1 B2 എന്ന് പറഞ്ഞ 2 ബൾബുകൾ ഞാൻ ശ്രേണി രീതിയിൽ കണക്ട് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ ചിത്രത്തിൽ 2 ബൾബുകൾ B1 B2 എന്ന് പറഞ്ഞ അതേ 2 ബൾബുകൾ ഞാൻ സമാന്തരമായി കണക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പാരലലായി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്, ആ ബാറ്ററിയിൽ നിന്ന് കറണ്ട് ലഭിക്കും നമുക്ക്. അതുപോലെ തന്നെ ഇവിടെ 2 സ്വിച്ചുകൾ ഉണ്ട്. B1ന് തൊട്ട് മുന്നായി S1 എന്ന് പറയുന്ന സ്വിച്ചും B2ന് തൊട്ട് മുന്നായി S2 എന്ന് പറയുന്ന സ്വിച്ചും. അത് നമുക്ക് ശ്രമിക്കാം. ആദ്യത്തെ സർക്യൂട്ടിലേക്ക് ശ്രേണി രീതിയിൽ കണക്ട് ചെയ്തിട്ടുള്ള, സീരീസ് ആയി കണക്ട് ചെയ്തിട്ടുള്ള സർക്യൂട്ടിലേക്ക് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ S1 ഓഫ് ചെയ്തു, S1 ഓഫ് ചെയ്തു, സ്വിച്ച് ഓഫ് ചെയ്തു. S1 ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് പറയാമോ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ബൾബ് 1 ബൾബ് 2 ഏതെങ്കിലും ഒന്ന് പ്രവർത്തിക്കുമോ? S1 ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഏതായിരിക്കും പ്രവർത്തിക്കുക, ഏതായിരിക്കും ഗ്ലോ ചെയ്യുക, ഏത് ബൾബായിരിക്കും പ്രകാശിക്കുക? ഏതെങ്കിലും ബൾബ് പ്രകാശിക്കുക? ഇല്ല, ശരിയല്ലേ? കാരണം ഇവിടെ എത്തുന്ന കറണ്ടിന് ഇങ്ങോട്ടേക്ക് ഒഴുകാൻ ഒരു പാതയില്ലാണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? കറണ്ടിന് അതിന്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് തിരിച്ചെത്തണം. എന്നാലേ ആ സർക്യൂട്ട് പൂർത്തിയായി എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇവിടെ എന്താ, സർക്യൂട്ട് പൂർത്തിയാകുന്നില്ല. ഇവിടുന്ന് ഈ കറണ്ടിന് ഇങ്ങോട്ട് എത്താനുള്ള ഒരു പാത അവിടെ ഇല്ല. ആ പാതയ്ക്ക് എന്താണ്, ഒരു ബ്രേക്ക് സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ ആ പാതയ്ക്ക് ഒരു തടസ്സം സംഭവിക്കുകയാണ് ഈ സ്വിച്ച് ഞാൻ ഓഫ് ആക്കുന്നത് വഴി. ഈ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി ഇതിലൂടെ കറണ്ട് വന്ന് 2 ബൾബുകളും പ്രകാശിക്കും. ബൾബ് 1 പ്രകാശിക്കും, ബൾബ് 2 പ്രകാശിക്കും. പക്ഷേ ഇങ്ങനെ നമ്മൾ സ്വിച്ച് ഏതെങ്കിലും ഒരു സ്വിച്ച് ഓഫ് ആക്കിയാൽ, പ്രത്യേകം ശ്രദ്ധിക്കണം, ഏതെങ്കിലും ഒരു സ്വിച്ച് ഓഫ് ആക്കിയാൽ എന്ത് സംഭവിക്കുന്നു? 2 ബൾബും കത്താണ്ടാകുന്നു. ശരിയല്ലേ? S1 ഞാൻ ഓഫ് ആക്കി, ഓഫ് ചെയ്തു. S2 ഓൺ ചെയ്തു. B1 കത്തുന്നില്ല, B2 പ്രകാശിക്കുന്നില്ല. എന്തുകൊണ്ട് B1 B2 പ്രകാശിക്കുന്നില്ല? കാരണം എന്താ? കറണ്ടിന് ഒഴുകാൻ സാധിക്കുന്നില്ല. ശരിയല്ലേ? കറണ്ടിന് ഒഴുകാൻ ഒരു പാതയില്ല, കംപ്ലീറ്റ് ആകുന്നില്ല കറണ്ട്. പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് തുടങ്ങി നെഗറ്റീവ് ടെർമിനലിലേക്ക് കറണ്ട് എത്തിയാലേ കറണ്ട് കംപ്ലീറ്റ് ആവുള്ളൂ, കറണ്ട് ഫ്ലോ നടക്കുള്ളൂ, എന്നാലേ എന്ത് ചെയ്യുള്ളൂ? ഉപകരണങ്ങൾ പ്രവർത്തിക്കുള്ളൂ. പക്ഷെ ഇവിടെ നോക്കൂ, പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവ് ടെർമിനലിലേക്ക് കറണ്ട് എത്തുന്നുണ്ടോ? ഇല്ല, കറണ്ട് എത്തുന്നില്ല. കാരണം എന്താ? ഇവിടെ S1ൽ അവിടെ ഒരു ബ്ലോക്ക് ആണ്, അല്ലെങ്കിൽ അവിടെ എന്താണ്, ഒരു ഗ്യാപ്പാണ്. ആ ഗ്യാപ്പിലൂടെ കറണ്ടിനെ കടക്കാൻ പറ്റുന്നില്ല. ശരിയല്ലേ? ഇനി ഞാൻ S1 ഓൺ ചെയ്തു. ഓക്കെ, ഞാൻ S2 ഓഫ് ചെയ്തു. S1 ഓഫ് ചെയ്തിട്ട് ഞാൻ S2 ഓഫ് ചെയ്തു. S2 ഇപ്പോ സ്വിച്ച് ഓഫ് സ്റ്റേറ്റിലാണുള്ളത്, ഓൺ സ്റ്റേറ്റിലല്ല. S2 ഓഫ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് B1 പ്രവർത്തിക്കും? ഇല്ല, B1 പ്രവർത്തിക്കില്ല, B2 പ്രവർത്തിക്കില്ല, കാരണം കറണ്ട് ഒഴുകുന്നില്ല. അപ്പോൾ സ്വിച്ച് വെച്ച് നമുക്ക് ഓരോ റെസിസ്റ്റൻസിനെയും അല്ലെങ്കിൽ ഓരോ ബൾബിനെയും ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള പോലെ ഓരോ സ്വിച്ച് വെച്ച് ഓരോ ബൾബിനെയും നിയന്ത്രിക്കാൻ കഴിയില്ല. ഒരൊറ്റ സ്വിച്ച് മാത്രമേ നമുക്ക് ഇതിൽ ഘടിപ്പിക്കാൻ പറ്റൂ. ആ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ എല്ലാ ബൾബുകളും കത്തും, അല്ലെങ്കിൽ എല്ലാ ബൾബുകളും പ്രകാശിക്കും. ആ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഒരു ബൾബും പ്രകാശിക്കില്ല, അല്ലെങ്കിൽ ഗ്ലോ ചെയ്യില്ല. See, even if we are connecting a number of switches, we can connect n number of switches, but even if one switch is in off state, the entire circuit will not, or the entire circuit will not be complete. ഒരു സ്വിച്ച്, ഏതെങ്കിലും ഒരു സ്വിച്ച്, n number of switchesൽ ഏതെങ്കിലും ഒരു സ്വിച്ച് ഓഫ് ആയിരുന്നാൽ കൂടി ഒരു ബൾബുകളും പ്രവർത്തിക്കില്ല, അല്ലെങ്കിൽ ഓരോ ബൾബിനെയും നമുക്ക് ഓരോ സ്വിച്ച് വെച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ഒരൊറ്റ സ്വിച്ച് മാത്രമേ കൺട്രോൾ ചെയ്യാൻ സാധിക്കുള്ളൂ. മെയിൻ സ്വിച്ച് പോലെ, ഒരൊറ്റ സ്വിച്ച് പോലെ പ്രവർത്തിക്കും. ഏത്? സീരീസ്. ഇനി പാരലലായി കണക്ട് ചെയ്യുമ്പോൾ നോക്കാം. ആദ്യം ഞാൻ S1 ഓഫ് ചെയ്തു, സ്വിച്ച് 1 ഓഫ് ചെയ്തു.
സ്വിച്ച് ടു ഓൺ സ്റ്റേറ്റിലാണ് ഉള്ളത്. ഇപ്പൊ എന്ത് ചെയ്യും? ഈ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് ഇങ്ങോട്ട് കറണ്ട് എത്തി. എവിടേക്ക് കറണ്ട് എത്തിയത്? ഈ ജംഗ്ഷനിലേക്ക് കറണ്ട് എത്തി. ഈ ജംഗ്ഷനിൽ എന്താ സംഭവിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ജംഗ്ഷനിൽ കറണ്ടിന് എന്ത് സംഭവിക്കുന്നു? വിഭജിക്കപ്പെടുന്നു. കറണ്ട് I1 ആയിട്ടും I2 ആയിട്ടും വിഭജിക്കപ്പെടുന്നു. അപ്പൊ I1ന് ഒഴുകാനുള്ള ഒരു പാത അവിടെ അല്ല, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പാത്ത് വേ അവിടെ ബ്ലോക്ക് ചെയ്യപ്പെട്ടു. ശരിയല്ലേ? സോ I1 എന്ത് ചെയ്യും? I1 will not flow across B1, bulb 1. I1 എന്ത് ചെയ്യുന്നില്ല? I1 കറണ്ട് B1ലൂടെ ഒഴുകുന്നില്ല. അങ്ങനെ B1 എന്ത് ചെയ്യില്ല? പ്രകാശിക്കില്ല, അല്ലെങ്കിൽ B1 will not blow. But S2 എന്താണ്? അപ്പോൾ S2 ഓൺ സ്റ്റേറ്റിലാണ് ഉള്ളത്. അപ്പൊ I2 എന്ത് ചെയ്യും? I2 കറണ്ട് അല്ലെങ്കിൽ കറണ്ട് എന്ത് ചെയ്യും? S2ലൂടെ കടന്നു വന്നിട്ട് B2ലൂടെ പോയി തിരിച്ചെങ്ങോട്ട് എത്തും? നെഗറ്റീവ് ടെർമിനലിലേക്ക് എത്തും. ഈ ഒരു പാത ഒബ്സ്ട്രക്റ്റഡ് ആണെങ്കിലും, ഈ ഒരു പാത തുറന്നതാണെങ്കിലും, അല്ലെങ്കിൽ കംപ്ലീറ്റ് അല്ലെങ്കിൽ പൂർണ്ണമല്ലെങ്കിലും, ഈ താഴെ കിടക്കുന്ന ഈ ഒരു പാത പൂർണ്ണമായിട്ടുള്ളതാണ്, കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ്. ഈ ഒരു പാത്വേ കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ്. എവിടുന്ന് തുടങ്ങി? ഈ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് തുടങ്ങി ഇങ്ങോട്ടെത്തി താഴേക്ക് വന്ന S2ലൂടെ B2ലൂടെ കിടന്ന് തിരിച്ച് നെഗറ്റീവ് ടെർമിനലിലേക്ക് എത്തുന്ന ഈ ഒരു പാത്ത് കംപ്ലീറ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യും? B2 പ്രകാശിക്കും, അല്ലെങ്കിൽ ബൾബ് 2 ഗ്ലോ ചെയ്യും, ബൾബ് 1 എന്ത് ചെയ്യില്ല? ഗ്ലോ ചെയ്യില്ല. ഇതേപോലെ തന്നെ ഇനി S1 ഞാൻ ഓൺ ആക്കി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? B1 പ്രകാശിപ്പിക്കാൻ പറ്റും. അതേസമയം S2 ഓഫ് ആക്കി കഴിഞ്ഞാൽ എനിക്ക് B2 ഓഫ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ B2നെ നിർത്താൻ പറ്റും. അപ്പൊ നമുക്ക് ഇപ്പൊ എന്താ മനസ്സിലായത്? ഓരോ സ്വിച്ച് വെച്ചും ഓരോ ബൾബിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിയന്ത്രിക്കാൻ കഴിയും. ശരിയല്ലേ? ഇവിടെ ഞാൻ എത്ര സ്വിച്ച് വെച്ച് കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റയർ സർക്യൂട്ട് എന്താവും? ഓപ്പൺ ആയി മാറും, അല്ലെങ്കിൽ എൻ്റയർ ബൾബ്സ് എന്ത് ചെയ്യില്ല? ഗ്ലോ ചെയ്യില്ല, അല്ലെങ്കിൽ പ്രകാശിക്കില്ല. ഇവിടെയോ ഓരോ സ്വിച്ച് വെച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ബൾബിനെ നിയന്ത്രിക്കാൻ കഴിയും. B1 കത്തിക്കണ്ട, ഓക്കെ, S1 ഓഫ് ചെയ്തില്ല. S2 കത്തിക്കണം, അപ്പൊ S2 എന്ത് ചെയ്യുക? ഓൺ ചെയ്തില്ല. ഇനി മറ്റൊരു ബൾബുണ്ട്, B3 എന്ന് പറഞ്ഞൊരു ബൾബ് ഉണ്ടെങ്കിൽ B3 നമുക്ക് പ്രകാശിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? S3 നമുക്ക് ഓൺ ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഇതാണ് കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് സീരീസ് സർക്യൂട്ട് സീരീസ് ആയി നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഇൻഡിവിജ്വൽ സ്വിച്ചസ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഓരോ സ്വിച്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ പാരലൽ ആയിട്ട് വെക്കുമ്പോൾ നമുക്ക് ഓരോ സ്വിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ഉപകരണങ്ങളെയും അല്ലെങ്കിൽ ഓരോ റെസിസ്റ്റേഴ്സിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. പ്രതിരോധങ്ങളുടെ അല്ലെങ്കിൽ റെസിസ്റ്റേഴ്സിന്റെ സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷൻ, പ്രതിരോധങ്ങളുടെ ശ്രേണി രീതിയിലുള്ള കണക്ഷൻ, അതേപോലെ തന്നെ സമാന്തര രീതിയിലുള്ള കണക്ഷൻ, ഇവ രണ്ടുമാണല്ലോ ഇത്രയും നേരം നമ്മൾ കണ്ടിരുന്നത്. ഇവയെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തു? പഠിക്കുകയും ചെയ്തു, മനസ്സിലാക്കുകയും ചെയ്തു. ഇനി നിങ്ങളുടെ ഈ പാഠഭാഗത്തിൽ നിന്ന് ഏത് തരം ചോദ്യങ്ങളാണ് വരിക, അല്ലെങ്കിൽ അതിൽ തന്നെയുള്ള ന്യൂമറിക്കൽ ചോദ്യങ്ങൾ, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്കൊരു ചെറിയ എക്സാമ്പിൾ, ഒരു വലിയ പ്രയാസമില്ലാത്ത ഒരു ഉദാഹരണം ചെയ്തു നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. 4 ohm 2 ohm resistors are connected in series and 6 volt potential difference is applied. What is the current? അല്ലെങ്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? 4 ohm 2 ohm resistors, രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട്, ഒന്ന് 4 ohm ഒന്ന് 2 ohm റെസിസ്റ്റേഴ്സ്. എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? ശ്രേണി രീതിയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 6 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസും കൊടുത്തിട്ടുണ്ട്, പൊട്ടൻഷ്യൽ വ്യത്യാസവും കൊടുത്തിട്ടുണ്ട്. എത്രയായിരിക്കും കറണ്ട്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള, ചോദ്യത്തിൽ തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും എടുത്ത് ആദ്യം എഴുതുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്താ നമുക്ക് തന്നിട്ടുള്ള അല്ലെങ്കിൽ ഗിവൺ എന്താണ്? ആദ്യം 2 റെസിസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. ഈ 2 റെസിസ്റ്റേഴ്സിന് എങ്ങനെ എഴുതാം? നമുക്ക് R1 R2 എന്ന രീതിയിൽ എഴുതാം. അതായിരിക്കും ഏറ്റവും എളുപ്പം. അപ്പോൾ R1 എത്രയാ? R1 ഈക്വൽസ് 4 ohm, R2 ഈക്വൽസ് 2 ohm. കാരണം തന്നിട്ടുള്ള ഏതാ? 4 ohm 2 ohm. R1 ഈക്വൽസ് 4 ohm, R2 ഈക്വൽസ് 2 ohm. വേറെ എന്താ തന്നിട്ടുള്ളത്? V, വോൾട്ടേജ് തന്നിട്ടുണ്ട്. V is equal to 6 volt. ഇത് വെച്ച് നമുക്ക് സർക്യൂട്ട് ഒന്ന് വരച്ച് നോക്കാം. സിമ്പിൾ ആയിട്ട് വരച്ച് നോക്കാം. എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ട്? 2 റെസിസ്റ്റേഴ്സ്. എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ള? സീരീസ് ആയിട്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം 2 റെസിസ്റ്റേഴ്സിനെ എന്ത് ചെയ്യണം? സീരീസ് ആയിട്ട് വരയ്ക്കണം. ഇങ്ങനെ വരയ്ക്കാലോ. പിന്നെ ഇതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാ?
ആ ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ്? 6 വോൾട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 6 വോൾട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. പിന്നെ ബാറ്ററി ഉണ്ടെങ്കിൽ അവിടെ നിർബന്ധമായിട്ട് എന്തുണ്ടായിരിക്കണം? ഒരു സ്വിച്ച് ഉണ്ടായിരിക്കണം. ഇങ്ങനെ നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങളുടെ സർക്യൂട്ട് എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? R1 എന്ന് എഴുതണം, ഇവിടെ R2 എന്ന് എഴുതണം. R1 എത്രയാ? 4 ഓം, ഇവിടെ R2 എത്രയാ? 2 ഓം. ഇങ്ങനെയാണ് നിങ്ങൾ സർക്യൂട്ടുകൾ വരയ്ക്കേണ്ടത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് കറണ്ട് കാണണം. കറണ്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ? ഇവിടുത്തെ സഫല പ്രതിരോധം അല്ലെങ്കിൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് നമുക്കറിയണം. എങ്ങനെയാണ് നമ്മൾ ഈക്വലന്റ് റെസിസ്റ്റൻസ് കാണുക? സീരീസിന് എന്താണ് അതിന്റെ ഫോർമുല? R equivalent equals R1 plus R2 അല്ലെങ്കിൽ R series equals R1 plus R2 അല്ലെങ്കിൽ R total എന്ന് വേണമെങ്കിലും പറയാം. അതായത് സഫല പ്രതിരോധം ഓരോ പ്രതിരോധത്തിന്റെയും എന്തായിരിക്കും? കൂട്ടിയ സംഖ്യയായിരിക്കും. അപ്പോൾ എന്താ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഈക്വലന്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഫല പ്രതിരോധം എന്തായിരിക്കും? നമുക്ക് R എന്ന് എഴുതാം. ശരിയല്ലേ? R ഈക്വൽസ് R1 പ്ലസ് R2. എത്രയാണ് വരിക? 4 പ്ലസ് 2 6. ശരിയാണല്ലോ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സർക്യൂട്ടിലെ കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കറണ്ട് I ഈക്വൽസ് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? കറണ്ട് കണ്ടുപിടിക്കാൻ ഓംസ് ലോ പ്രകാരം നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ശരിയല്ലേ? I ഈക്വൽസ് V ബൈ R. ഓംസ് ലോ ഉണ്ടാവും. ഇനി ഓംസ് ലോ ട്രയാങ്കിൾ ഒക്കെ ഉണ്ട്. ശരിയല്ലേ? V I R. അപ്പോൾ I എന്തായിരിക്കും? V ഡിവൈഡഡ് ബൈ R. R എന്തായിരിക്കും? V ഡിവൈഡഡ് ബൈ I. V എന്തായിരിക്കും? I ഇൻറ്റു R. നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഓംസ് ലോയെ കുറിച്ച്. അപ്പോൾ I ഈക്വൽസ് V ബൈ R. ഈ ഇക്വേഷൻ ആണ് അല്ലെങ്കിൽ ഈ സമവാക്യമാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. വോൾട്ടേജ്, ടോട്ടൽ വോൾട്ടേജ് എത്രയാണ്? 6 വോൾട്ട്. ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? 6 ഓം. 6 ബൈ 6 എത്രയാണ്? 1. 1 എന്താണ്? 1 ആംപിയർ. 1 ആംപിയർ. കാരണം ആംപിയർ ആണ് കറണ്ടിന്റെ യൂണിറ്റ്. കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആംപിയർ. അപ്പോൾ 1 ആംപിയർ കറണ്ടാണ് ഈ സർക്യൂട്ടിലൂടെ ഒഴുകുക. ഇങ്ങനെയാണ് നിങ്ങൾ ന്യൂമറിക്കൽസ് ചെയ്യുക. കറണ്ടിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അതൊരു സീരീസ് സർക്യൂട്ടിൽ അല്ലെങ്കിൽ ശ്രേണി രീതിയിൽ കറണ്ടിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതിനുശേഷം നിങ്ങൾ അതിനെ ഏതിനെ ഹരിക്കണം? അത് വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസമായിട്ട് ഹരിക്കണം. രണ്ട് റെസിസ്റ്റേഴ്സിനെ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഉദാഹരണങ്ങൾ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് വരിക എന്നുള്ളതിനാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് രണ്ട് റെസിസ്റ്റേഴ്സിനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം നൽകേണ്ടത് എന്നുള്ള കാര്യത്തിൽ നോക്കാം. ഈ ക്വസ്റ്റ്യൻ, ഇവിടെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ പറയുന്നത് what is the current in 12 ohm and 4 ohm resistors if they are connected in parallel and 12 volt potential difference is applied. നേരത്തെ ചോദ്യത്തിന്റെ അതേപോലെ തന്നെ, പക്ഷേ ഇവിടെ റെസിസ്റ്റേഴ്സ് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? അല്ല, പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അത് നമുക്ക് എഴുതി നോക്കാം അല്ലേ? നമുക്ക് ഓരോ വാല്യൂ എടുത്തിട്ട് എഴുതി നോക്കാം. നിങ്ങളുടെ കയ്യിൽ ബുക്കും പെന്നുമെല്ലാം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ നിങ്ങളും ചെയ്ത് നോക്കണം എൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നെക്കാളും പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയും. ഇനി നമുക്ക് എന്താണ് തന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഗിവൺ എന്താണെന്നുള്ളത് ആദ്യം എഴുതാം. ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് റെസിസ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? R1 R2 എന്ന രീതിയിൽ എഴുതാം. മൂന്നാമത്തെ റെസിസ്റ്റർ ഉണ്ടെങ്കിലോ R3 ആയിട്ട് എഴുതാം. അങ്ങനെ നമുക്ക് എഴുതി പോകാം. R1 എത്രയാ? 12 ഓം. R2 4 ഓം. ശരിയല്ലേ? ഇനി എന്താ തന്നിട്ടുള്ളത്? വോൾട്ടേജ് തന്നിട്ടുണ്ട്, പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട് 12 വോൾട്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്? കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. കറണ്ടിനെ കുറിച്ച് നമുക്കറിയാം. ഇതാണ് ഗിവൺ പാർട്ട്. ഇനി ഇത് വെച്ചിട്ട് ഒരു സർക്യൂട്ട് വരച്ച് നോക്കിയാലോ? അപ്പോൾ സർക്യൂട്ടിൽ എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ട്? 2 റെസിസ്റ്റേഴ്സ് ആണുള്ളത്. ഈ 2 റെസിസ്റ്റേഴ്സ് എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? ഇത് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ 2 റെസിസ്റ്റേഴ്സിനെ 2 ബ്രാഞ്ചുകളിലായിട്ട് വരച്ച് എന്ത് ചെയ്യും? ഇതിനെ കണക്ട് ചെയ്യണം. എളുപ്പമല്ലേ? ആദ്യത്തെ റെസിസ്റ്റർ നമ്മൾ R1 എന്ന് പേരിട്ടു, രണ്ടാമത്തെ റെസിസ്റ്റർ R2 എന്ന് പേരിട്ടു. R1 റെസിസ്റ്റർ എത്രയാ? 12 ഓം. R2 റെസിസ്റ്റർ എത്രയാ? 4 ഓം. ഇത് രണ്ടും നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും? പാരലൽ ആയിട്ട് കണക്ട് ചെയ്യും.
അതേപോലെ തന്നെ അതിനൊരു വോൾട്ടേജ് കൊടുക്കും. ആ വോൾട്ടേജ് ആണ് 12 വോൾട്ട്. ഓക്കെ, ഈസി അല്ലേ? നമുക്ക് അതിനുശേഷം ഇനി ഈ ചോദ്യം എങ്ങനെ ചെയ്യണം എന്ന് നോക്കാം. നമുക്കിപ്പോൾ ഇനി കണ്ടുപിടിക്കേണ്ട എന്താ? സഫല പ്രതിരോധം അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. എങ്ങനെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും? എന്ത് ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുക? പാരലൽ കണക്ഷൻ നമുക്ക് ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. 1/R equals 1/R1 plus 1/R2. 1/R എത്രയാ? നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. 1/R1 എത്രയാ? 1/12, 1/4. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, അല്ലെങ്കിൽ LCM മെത്തേഡിൽ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 4 × 1 പ്ലസ് 12 × 1 ഹരിക്കണം 12 × 4. നിങ്ങൾക്കറിയാം എങ്ങനെ ചെയ്യേണ്ടത്. 1/R എത്രയായിരിക്കും? 1/R equals 4 × 1 4 പ്ലസ് 12 × 1 12, 12 4 16, 16ന് താഴെ 12 × 4 എത്രയാണ്? 48. ഇനി ഇതിന് ഞാൻ ഇപ്പോൾ 1/R 16/48 ആണ്, ശരിയല്ലേ? നമുക്ക് എനിക്ക് വെട്ടി മാറ്റാൻ പറ്റും. 16 ഇവിടെ ഒരു വട്ടം, ഇവിടെ 3 വട്ടം. അപ്പോൾ എങ്ങനെ എനിക്ക് എഴുതാം? 1/R equals 1/3 എന്ന് എഴുതാം. പക്ഷെ കഴിഞ്ഞോ? നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞു? ഇല്ല, ഇത് തന്നിട്ടുള്ളത് 1/R. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? R ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1/R 1/3 ആണെന്നുണ്ടെങ്കിൽ ഇതിനെ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുക? റെസിപ്രോക്കൽ വേണം, ജസ്റ്റ് നേരേക്ക് എടുത്തില്ല. R എന്തായിരിക്കും? 1/R ഞാൻ എന്ത് R/1 ആക്കി. ഇവിടെ 1/3 അപ്പോൾ എന്തായിരിക്കും? 3/1 ആയിരിക്കും. R equals 3 ohm. ഇങ്ങനെ R equals 3 ohm എന്നുള്ളത്. ഇനി എനിക്ക് റെസിസ്റ്റൻസ് മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, ബാക്കി എന്താ കണ്ടുപിടിക്കേണ്ടത്? കറണ്ട് കണ്ടുപിടിക്കണം, അല്ലേ? അപ്പോൾ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക? കറണ്ട് നേരത്തെ അതേ രീതിയിൽ തന്നെ, ഓംസ് ലോ മെത്തേഡ് വെച്ച് അതേ രീതിയിൽ തന്നെ I equals V/R. P എത്രയാ ഇവിടെ കൊടുത്തിട്ടുള്ളത്? 12 വോൾട്ട്. ഇവിടെ അതേപോലെ തന്നെ R എത്രയാ? R ഇപ്പോൾ നമ്മൾ ജസ്റ്റ് കണ്ടുപിടിച്ചു. R 3 ohm. എത്ര? 12/3 4 ആംപിയർ. കറണ്ട് എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്? 4 ആംപിയർ. ഇതാണ്, ഇങ്ങനെയാണ് നമ്മൾ പാരലൽ രീതിയിൽ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുക.